KJ ഷൈൻ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണം, അതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണമൊക്കെയായിരുന്നല്ലോ. അതിൽ പോലീസ് അറസ്റ്റ് ചെയ്ത KM ഷാജഹാന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇന്ന് നമ്മുടെ മുൻപിലേക്ക് എത്തുകയുണ്ടായി. എറണാകുളം CJM കോടതിയാണ് ജാമ്യത്തിൽ വിട്ടത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. കൊച്ചിയിൽ നിന്ന് അർച്ചന തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്ക്. KJ ഷൈൻ ടീച്ചർക്കെതിരായ അപവാദ പ്രചരണത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് KM ഷാജഹാനെതിരെ കേസെടുത്തത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പോലീസ് ആലുവ സൈബർ പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ IT ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ പ്രകാരമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത്. തുടർന്ന് വൈദ്യപരിശോധന പൂർത്തിയാക്കി വൈകിട്ടോടുകൂടിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത്, 2 ആൾജാമ്യം, ഇനി ഇത്തരം അപവാദ വീഡിയോകൾ ചെയ്യരുത് തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് ഷാജഹാനെ ജാമ്യത്തിൽ വിട്ടയച്ചത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ടീച്ചർ നേരത്തെ തന്നെ ഇയാളെ 5 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഷൈൻ ടീച്ചർ വീണ്ടും പോലീസിന് പരാതി നൽകിയതോടെയാണ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. എന്തായാലും ഇപ്പോൾ ഈ കേസിൽ ഗോപാലകൃഷ്ണനെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. അയാൾക്കായി അന്വേഷണം നീങ്ങുകയാണ്. നിലവിൽ അയാൾ ഒളിവിൽ തന്നെ കഴിയുകയാണ്. അയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ അടക്കമുള്ള നടപടിയിലേക്ക് പോലീസിന് കടക്കേണ്ടതുണ്ട്. എന്തായാലും ഈ KJ ഷൈൻ ടീച്ചർക്കെതിരായ അപവാദ പ്രചരണങ്ങളിൽ ആദ്യത്തെ അറസ്റ്റാണ് ഷാജഹാനെതിരെ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ അയാളെ ജാമ്യത്തിൽ വിട്ടയച്ചു. ഇനി മറ്റ് പ്രതികളിലേക്ക് കൂടി അന്വേഷണം നീളുകയാണ്. അർച്ചന തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.